അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മോസ്റ്റ് റിക്വസ്റ്റഡ് വൺ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ചേച്ചി രാവിലെയും ഉച്ചയ്ക്കും എങ്ങനെയെങ്കിലുമൊക്കെ ഡയറ്റ് തട്ടിമുട്ടിയും കൊണ്ടുപോകും, പക്ഷെ വൈകുന്നേരം ആയി കഴിയുമ്പോൾ മനസ്സ് അങ്ങോട്ട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ്. ഫുഡ് ക്രേവിങ്സ് ഭയങ്കര കൂടുതലാണ്. വിശപ്പാണോ ദാഹമാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് വലിച്ചു വാരി കഴിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അപ്പം അതിന് എന്താ ചെയ്യേണ്ടതെന്നുള്ളത്, ഇക്കാര്യത്തിലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. എല്ലാവരും, അതായത് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് ഡയറ്റും എക്സസൈസും ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ഒരു സമയത്ത് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ തുടക്ക സമയങ്ങളിൽ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. അപ്പോൾ ആ ഫുഡ് ക്രേവിങ്സ് അല്ലെങ്കിൽ വിശപ്പിനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്താം എന്നതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഞാനൊരു സർട്ടിഫൈഡ് ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ അല്ല. നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരാൻ എനിക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല. ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒരു ഇന്നർ മോട്ടിവേഷൻ കിട്ടുന്ന രീതിയിലാണ്. വെയിറ്റ് ലോസ് തുടങ്ങി പകുതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന ആൾക്കാർക്കും, അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ താല്പര്യമുണ്ടായിട്ടും മനസ്സ് മടുത്തിരിക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ട് ഒരു മോട്ടിവേഷൻ തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഷുഗർ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. ഞാനൊരു ഡയറ്റ് പ്ലാൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിലും ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്, ഇതൊരു പക്ക ഡയറ്റ് പ്ലാൻ അല്ല, ഇത് എൻ്റെ ടേസ്റ്റുകൾക്ക് അനുസരിച്ച് ഞാൻ തയ്യാറാക്കിയിട്ടുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്, ഡിന്നർ, ഈ കാര്യങ്ങളിൽ പല പല ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻസ് വെച്ചുകൊണ്ട് ചെയ്തൊരു ഡയറ്റ് പ്ലാൻ ആണ്. അത് ഫോളോ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എൻ്റെ ടേസ്റ്റും നിങ്ങളുടെ ടേസ്റ്റും വ്യത്യാസമാണ്, എൻ്റെ ബോഡിയും നിങ്ങളുടെ ബോഡിയും വ്യത്യാസമാണ്. അപ്പം ഞാൻ പറയുന്നത് എന്തും ആയിക്കോട്ടെ, അതൊരു റെഫറൻസ് ആയിട്ട് മാത്രമേ കണക്കാക്കാവുള്ളൂ. ഞാൻ ചെയ്യുന്ന അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത്. ഇതൊക്കെ പറയുമ്പോഴും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മളൊരു വെയിറ്റ് ലോസ് ജേർണിയിൽ ഇറങ്ങിയാലും ശരി ഇല്ലെങ്കിലും ശരി 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ ഒരു ബ്ലഡ് വർക്ക്, നമ്മുടെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് അറിയുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് മാറി വരുന്ന സാഹചര്യവും നമ്മുടെ ലൈഫ് സ്റ്റൈലും അനുസരിച്ച് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മോണിറ്റർ ചെയ്യേണ്ടേ നമുക്ക്. അപ്പോൾ അതിന് 3 മാസം കൂടുമ്പം ഒരു റൂട്ടീൻ ബ്ലഡ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒന്ന് ഡോക്ടറെ കണ്ടിട്ട്, ഡോക്ടറെ എനിക്കൊരു 3 മാസമായിട്ട് ബ്ലഡ് ചെക്ക് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, അപ്പോൾ എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എഴുതി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡോക്ടർ നിങ്ങളെ അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ ഷുഗർ, നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ, അങ്ങനെ അദ്ദേഹത്തിന് സംശയമായിട്ട് തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കുക. അപ്പോൾ വരാനിരിക്കുന്ന രോഗത്തെ പ്രിവെൻറ്റ് ചെയ്യാനും നമുക്കതുകൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, നമുക്ക് തൈറോയിഡ് ഉണ്ടോ, നമുക്ക് PCOD ഉണ്ടോ, നമുക്ക് അതുപോലുള്ള എന്തെങ്കിലും രീതിയിലുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടോ എന്നത് അറിയുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് ഫോളോ ചെയ്യുക. പിന്നെ കുറേ ആൾക്കാർ എന്നോട് ഗോതമ്പിൻ്റെ ദോശ കഴിക്കാമോ, അരിയുടെ ദോശ കഴിക്കാമോ, റാഗി ദോശ കഴിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് കഴിക്കാമെന്നോ കഴിക്കാൻ പാടില്ല എന്നോ പറഞ്ഞു തരാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. ഇപ്പം നിങ്ങളൊരു തൈറോയ്ഡ് പ്രോബ്ലം ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂട്ടൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതല്ല. അതാണ് എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ അരിയുടെ ഭക്ഷണങ്ങളും അല്ലെങ്കിൽ ഗോതമ്പ് അതിൻ്റെ ഉപയോഗമൊക്കെ കുറേ കുറയ്ക്കുന്നത്. പക്ഷെ നിങ്ങൾക്കതുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വന്നിട്ട് കഴിക്കാമെന്നും കഴിക്കാൻ പാടില്ല എന്നും കമൻസിൽ പറയാത്തത്. അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഫുഡ് ക്രേവിങ്സ് അല്ലെങ്കിൽ ഫുഡിനോടുള്ള കൊതി, അതുമല്ലാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ തോന്നുന്ന വിശപ്പ്, ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ഡയറ്റ് സസ്റ്റൈനബിൾ ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്കത് സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ പവർഫുൾ ആണ്. അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോ മണിക്കൂർ ഇടവിട്ട് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, വെള്ളം കുടിക്കുന്നതിനും ഒരളവൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിശപ്പില്ലാണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് 4 ലിറ്ററും 5 ലിറ്ററും ഒന്നും വെള്ളം കുടിച്ചേക്കരുത്. 2.5 തൊട്ട് ഒരു 3.5 വരെ മാക്സിമം. ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ വേറെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് അമിതമായാൽ അമൃതും വിഷം എന്നുള്ളൊരു കാര്യം ത്രൂ ഔട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. വെള്ളമാണെങ്കിലും ഒരു പരിധി കൂടുതൽ നമ്മൾ കുടിക്കാൻ പാടില്ല.
കുറേ ആൾക്കാർക്ക് പച്ചക്കറീനോട് ഭയങ്കര ഒരു വിരക്തിയായിരിക്കും അല്ലേ? തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം പച്ചക്കറി ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ചിക്കനോ ഫിഷോ മുട്ടയോ ഒക്കെ നമ്മൾ ധാരാളം കഴിക്കുന്നുണ്ടാവും. പക്ഷെ പച്ചക്കറി വേണ്ട രീതിയിൽ ശരീരത്തിൽ കയറുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പച്ചക്കറി കറക്റ്റായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ലഞ്ചിൻ്റെ സമയത്ത് നമുക്ക് ധാരാളം സാലഡായിട്ട് പച്ചക്കറി എടുത്ത് കഴിക്കാവുന്നതാണ്. ഇപ്പോൾ ക്യുക്കമ്പർ ഉണ്ടാവും, അല്ലെങ്കിൽ ടൊമാറ്റോസ് ഉണ്ടാവും, ക്യാരറ്റ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മുടെ സവാളയില്ലേ അതൊക്കെ ഒന്ന് അരിഞ്ഞ് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊന്ന് അരിഞ്ഞിട്ട് ഇച്ചിരി നാരങ്ങ നീരും ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത് മാത്രം കഴിക്കാനല്ല കേട്ടോ ഞാൻ പറയുന്നത്. ലഞ്ചിന് നമ്മൾ ചോറാണെങ്കിൽ ചോറ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്നതിന് തൊട്ട് മുന്നേ ഈ സാലഡ് കഴിച്ചിട്ട് ഒന്ന് വയറൊന്ന് പകുതി ഫില്ലാക്കിയിട്ട് ബാക്കി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ ഓവർ ഈറ്റ് ചെയ്യുന്നത് നമുക്ക് തടയാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് കഴിക്കുന്നോ അത് ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ധാരാളം എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ഒരുപാട് തേങ്ങ അരച്ചൊന്നും കറി വെക്കാൻ ശ്രമിക്കരുത്. കാരണം എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ ഒരുപാട് ഒരു 3 സ്പൂൺ അല്ലെങ്കിൽ 4 സ്പൂണൊക്കെ എണ്ണ ഒഴിക്കുമ്പോൾ അത്രയും കാലറീസ് നമ്മുടെ ശരീരത്തിലേക്ക് കയറുകയാണ്. ഇപ്പം എന്ത് തന്നെ ആയാലും ശരി, ഇപ്പം ചിക്കൻ കറി വറുത്ത് കറി വെക്കുന്ന ആൾക്കാരും ഉണ്ട്, വറക്കാതെ കറി വെക്കുന്ന ആൾക്കാരും ഉണ്ട്. ഏതാണ്ട് ടേസ്റ്റ് ഒരുപോലെയൊക്കെ തന്നെയാണ്. അപ്പം ഹെൽത്തി ഓപ്ഷനിലേക്ക് തന്നെ നിങ്ങൾ സ്വിച്ച് ചെയ്യണം. എന്നാലും കുറച്ച് ടേസ്റ്റി ആയിട്ട് കഴിച്ചതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതിനകത്ത് കാലറീസ് കൂടുതലാണ് അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് പോയി എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കുക. അതല്ലാതെ ഒരുപാട് കഴിക്കാൻ ശ്രമിക്കരുത്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മീനായാലും മസാലയൊന്നും ചേർക്കാതെ വെറും ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ തേച്ചിട്ട് ചിലർ ഗ്രില്ല് ചെയ്തെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റൊക്കെ ചുമ്മാ പുഴുങ്ങിയെടുത്ത് കഴിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നും പറ്റത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ചിക്കനൊക്കെ അത്യാവശ്യം മസാലയൊക്കെ തേച്ച് അധികം എണ്ണ തേക്കാതെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാറാണ് പതിവ്. മീനായാലും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ഒരിക്കലും ചെയ്യാറില്ല. അപ്പം നമ്മൾ ഈ കുഞ്ഞുനാൾ മുതൽ മസാലയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ അത് നിർത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ നിർത്തുമ്പോഴാണ് കുറേയൊക്കെ നമുക്ക് ഈ ക്രേവിങ്സ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഓക്കെയാണ് കേട്ടോ. ഇനി അതല്ല, തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ചിക്കനൊക്കെ വറുത്ത് കറി വെക്കുന്നതിന് പകരം കറി വെച്ച് കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അതുപോലെ മീനാണെങ്കിലും ഷാലോ ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. ഡീപ്പ് ഫ്രൈ ചെയ്യാതെ ഷാലോ ഫ്രൈ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കറി വെച്ച് കഴിക്കുന്നത് തന്നെയാണ്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാലോ, എനിക്ക് എങ്ങനെ പറ്റും അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ എനിക്ക് പറ്റുമോ. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടും ചെയ്താൽ മതി. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ മീൽസിലും പ്രോട്ടീൻ ആഡ് ചെയ്യുക എന്ന് പറയുന്നത്. പ്രോട്ടീൻ കഴിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ. പക്ഷെ എത്രത്തോളം നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിലായാലും ലഞ്ചിലായാലും ഡിന്നറിലായാലും നമ്മളൊരു നിശ്ചിത എമൗണ്ട് പ്രോട്ടീൻ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം. പക്ഷേ പ്രോട്ടീൻ അമിതമായാലും പ്രശ്നമാണ്. അപ്പം കണക്കുകൾ പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 1 കിലോഗ്രാമിന് 1 ഗ്രാം പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ്. അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 70 കിലോ ഉള്ള വ്യക്തിക്ക് ഒരു 70 ഗ്രാം എങ്കിലും പ്രോട്ടീൻ കഴിക്കണമെന്നാണ് പറയുന്നത്. ഈ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളെക്കാൾ എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ? നമ്മൾ ഈ വെയിറ്റ് ലോസ് ജേർണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഈ പറയുന്ന ഫുഡ് ക്രേവിങ്സ് അല്ലെങ്കിൽ വിശപ്പ് ഇതൊക്കെ കൺട്രോൾ ചെയ്ത് നമ്മളെ ഫുള്ളാക്കി നിർത്താൻ പ്രോട്ടീന് ഭയങ്കര കഴിവുണ്ട്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അറിയാമല്ലോ പ്രോട്ടീൻ എന്തിലൊക്കെ ഉള്ളതെന്നുള്ളത്. ഇപ്പം മുട്ടയുടെ വെള്ളയിലൊക്കെ അത്യാവശ്യം നല്ല പ്രോട്ടീൻ ഉണ്ട്. പിന്നെ ടോഫു, പനീർ, നമ്മുടെ ചെറുപയർ, ചിക്ക് പീസ്, ഇതിലൊക്കെ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സോയാബീൻസ്, ഇപ്പോൾ സോയ ഞാൻ അധികം കഴിക്കാറില്ല, എനിക്ക് തൈറോയ്ഡ് ഉള്ളതുകൊണ്ട്. ബാക്കിയുള്ള ഈ പറഞ്ഞ പനീറും ടോഫുവും പിന്നെ ചെറുപയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഡെയിലി ഡയറ്റിൽ എപ്പോഴും കാണിക്കുന്ന ഒരു കാര്യമാണ് ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത്. നല്ലൊരു പ്രോട്ടീൻ സോഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് കുറച്ച് ഡിബേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലും ഞാൻ പറയാം. പരമാവധി നമ്മൾ ഔട്ടിങ് ഒഴിവാക്കുക. ഇത് പറയുമ്പോഴും ഞാൻ പറയാം, എപ്പോഴും നമുക്കിങ്ങനെ എല്ലാത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഡയറ്റും അല്ലെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് മെൻ്റലി ഒന്ന് സ്റ്റേബിൾ ആവുന്ന വരെ, അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും ഉണ്ടാവുമല്ലോ, ആ സ്റ്റാർട്ടിങ് ട്രബിൾ മാറിയിട്ട് നമ്മൾ ഈ ഒരു ജേർണിയിൽ സസ്റ്റൈനബിൾ ആയിട്ട് പോകുന്ന ഒരു സമയം ഉണ്ടാവില്ല. അതുവരെ എങ്കിലും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. എൻ്റെ ഒരു ജേർണിയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, തുടക്കത്തിലെ ബുദ്ധിമുട്ടേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നമുക്കിത്
ശീലമാവും എന്ന് പറയുന്ന പോലെ ഇത് ഓക്കെ ആവും നമ്മൾ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് എൻ്റെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകുക എന്ന് പറയുന്ന ഒരു നൈറ്റ് മെയർ പോലെയാണ്. എനിക്കൊരു പേടി സ്വപ്നമാണ്. ഒരിക്കലും ഞാൻ ആ ലൈഫ് സ്റ്റൈലിലേക്ക് തിരിച്ചു പോകില്ല. അതായത് രാത്രി ഉറങ്ങാതിരിക്കുക, ലേറ്റ് നൈറ്റിൽ ഭക്ഷണം കഴിക്കുക, ഒരുപാട് ഷുഗർ കഴിക്കുക, ഇതൊന്നും എനിക്കിപ്പോൾ സാധിക്കുന്ന കാര്യമല്ല. എനിക്ക് അറിയാം എൻ്റെ ലൈഫിൽ ഞാൻ മാറ്റങ്ങൾ കണ്ടുകൊണ്ട് വരികയാണ്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നതും അതാണ്. ആ തുടക്കത്തിലുള്ള നിങ്ങളുടെ ഒരു സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ. കുറേയൊക്കെ നിങ്ങൾ ഔട്ടിങ് അവോയ്ഡ് ചെയ്യുക. അതായത് നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കും എന്ന് ഉറപ്പുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുന്നത് ആദ്യത്തെ കുറച്ച് നാളുകളിൽ നല്ലതാണ്. അത് കഴിഞ്ഞ് നിങ്ങളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് എന്ത് തന്നെ വന്നാലും ശരി, മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ തുടക്ക കാലങ്ങളിലെങ്കിലും അത് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ചെയ്തേക്കാം. വേറൊന്നുമല്ല, നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ജങ്ക് ആയിട്ടുള്ള ഒരു ഭക്ഷണ സാധനങ്ങളും വീട്ടിലേക്ക് തൽക്കാലം മേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോഴും എനിക്കറിയാം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും, പ്രത്യേകിച്ച് മക്കളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് എത്രത്തോളം പ്രാവർത്തികമാണെന്നുള്ളത് എനിക്കറിയില്ല. എൻ്റെ വീട്ടിൽ ഷുഗർ അത്രയും കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ മോനാണ്, പക്ഷെ മോനല്ല. മോനേക്കാൾ കൂടുതൽ ഷുഗർ ക്രേവിങ്സ് ഉള്ളത് എൻ്റെ ഹസ്ബൻഡിനായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ആദ്യം തന്നെ അത് അവിടെ നിന്നാണ് തുടങ്ങണ്ടേന്നുള്ളത്. പക്ഷെ എല്ലാവർക്കും അത് വർക്കൗട്ട് ആവണമെന്നില്ല. അപ്പം ഞാൻ ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഷുഗർ കട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. ഞാൻ ഓൾ ഓഫ് എ സഡൻ ആണ് ഷുഗർ കട്ട് ചെയ്ത് കളഞ്ഞത്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കേസിൽ അത് അത്ര എളുപ്പമല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷുഗറിൻ്റെ അളവ് കുറച്ച് ഇച്ചിരി പാടായിരുന്നു, പക്ഷെ എന്നാലും കുറച്ച് കൊണ്ടുവന്നു. ആൻഡ് പിന്നെ പുള്ളിക്കാരൻ തന്നെ ശരീരത്തിൽ ഈ ഒരു മാറ്റം കണ്ടു തുടങ്ങിയപ്പം ഇത് കൊള്ളാലോ, അപ്പോൾ ഷുഗർ ഒരു പ്രശ്നമാണല്ലേ ശരിക്കും എന്നുള്ളൊരു രീതിയിൽ വന്നു. അത്രയും അവെയറായി. അതുകൊണ്ട് തന്നെ ഇപ്പം ഷുഗർ ഐറ്റംസ് ഒന്നും വീട്ടിൽ വാങ്ങാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും ആരെങ്കിലും കൊണ്ട് തന്നാൽ മാത്രമേ ഇവിടെ ഉണ്ടാവാറുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഷുഗർ മാക്സിമം ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് നിർത്തുന്ന ആൾക്കാരാണ്. അത് എനിക്കൊരു വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ എൻ്റെ ഒരു വെയിറ്റ് ലോസ് ജേർണി ത്രൂ ഔട്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. ഇനി നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ എന്നെ തല്ലോ ഈ കാര്യത്തിൽ. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രൈഡ് ഫുഡ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ എണ്ണക്കടികളൊക്കെ ഉണ്ടല്ലോ, പൂരി അല്ലെങ്കിൽ പരിപ്പുവട, പഴംപൊരി, ഈ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും എണ്ണ ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിൽ കയറുന്നത് അത്ര നല്ലതല്ല. കൊളസ്ട്രോൾ വരാൻ വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ക്രേവിങ്സ് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇത് തന്നെ കഴിക്കണം എന്നല്ല, മധുരം കഴിക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജങ്ക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനോ ഒക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എണ്ണക്കടി മാക്സിമം ഒഴിവാക്കി വെക്കുക കേട്ടോ. ഇത് പോർഷൻ കൺട്രോൾ ചെയ്ത് കഴിക്കാൻ പോലും ഞാൻ പറയില്ല, അത് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നല്ലതല്ല. ഇനി സെക്കൻഡ് ലാസ്റ്റ് ടിപ്പ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എടുത്തെടുത്ത് പറയാണ്, വേറൊന്നുമല്ല, ഒരു 30 മിനിറ്റ്സ് തൊട്ട് 45 മിനിറ്റ്സ് വരെ എങ്കിലും നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ചെയ്തിരിക്കണം. നമ്മുടെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാനും ഫുഡ് ക്രേവിങ്സ് ഉണ്ടാവാതിരിക്കാനും എക്സസൈസോളം ഹെൽപ്പ് ചെയ്യുന്ന വേറെ ഒരു കാര്യമില്ല. ഒന്നിനോട് ബന്ധിപ്പിച്ചിട്ടാണുള്ളത്. അപ്പോൾ എക്സസൈസ് ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു 30 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്തിരിക്കണം. തുടക്കക്കാരാണെങ്കിൽ എനിക്കറിയാം, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 98 കിലോ ഉണ്ടായിരുന്ന സമയത്ത് ലിറ്ററലി എനിക്കൊരു 5 മിനിറ്റ് പോലും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ഞാൻ വളരെ സത്യസന്ധമായി നിങ്ങളോട് പറയുകയാണ്. കിതച്ചിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറയുക, ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു 5 മിനിറ്റ് പോലെ എക്സസൈസ് ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇതുപോലെ മറ്റു പലരുടെയും യൂട്യൂബ് ചാനൽ കണ്ടിട്ട് എങ്ങനെയൊക്കെയോ മോട്ടിവേഷനൊക്കെ എടുത്ത് ഞാനൊരു 5 മിനിറ്റ് ഇന്ന് ഞാൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്തിരിക്കും എന്നുള്ള രീതിയിൽ 5 മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഒരു 5 മിനിറ്റ് പോലും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റണില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ബോഡി അത്രയും ടയേർഡാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലടോ, ഒരുപാട് ആൾക്കാർ ഇതേ പ്രോബ്ലം അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇപ്പോൾ എനിക്ക് ഒരു 1 hour എങ്ങനെയാണെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഞാൻ ഓൾ ഓഫ് എ സഡൻ അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് എടുത്ത കാര്യമല്ല. ആദ്യത്തെ ദിവസം 5 മിനിറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ദിവസം ഞാൻ 7 മിനിറ്റ്, അതിനടുത്ത ദിവസം 8 മിനിറ്റ്, അങ്ങനെ ഓരോ മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് വെച്ചാണ് ഞാൻ കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ഇപ്പോൾ ഒരു 1 hourൽ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്തിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും വർക്കൗട്ട് ചെയ്യുക. അല്ലാതെ ഭയങ്കര ഓവർ വെയിറ്റ് ആയിട്ട് മുട്ടിനും നടുവിനും ഒക്കെ വേദനയുള്ള ആൾക്കാരാണെങ്കിൽ തുടക്കത്തിൽ ബോഡി ഒന്ന് മൂവ് ചെയ്തതിന് ശേഷം, നിങ്ങളൊന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം മാത്രം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ ഒരു രീതിയിലും മടി പിടിച്ചിരിക്കരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് ചെയ്ത് പറയുകയാണ്, എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ജീവിക്കണ്ടേ നമുക്ക്?
എക്സസൈസ് ചെയ്യാതെ വണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം വണ്ണം കുറയ്ക്കുന്നത് മാത്രമല്ല എക്സസൈസ് കേട്ടോ. നമ്മളെ ഹെൽത്തി ആക്കി വെക്കുന്നത്, നമ്മളെ മെൻ്റലി സ്റ്റേബിൾ ആക്കി വെക്കുന്നതൊക്കെ എക്സസൈസിന് ഒരു വലിയ പങ്കുണ്ട്. അപ്പം എക്സസൈസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ലാസ്റ്റ് ടിപ്പ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, എന്താണെന്നറിയോ? ഉറക്കം. ഒരു സമയം വരെ എനിക്ക് ഉറക്കം ഇല്ല, ഇൻസോംനിയ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഉറങ്ങാത്ത രാത്രികൾ പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ആദ്യം ക്രേവ് ചെയ്യുന്നത് ഷുഗറിന് വേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ ഒരു ഫ്രൈഡ് റൈസ് കഴിച്ചാൽ കൊള്ളാം, ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ നന്നായിട്ടൊരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ ഉറങ്ങി എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇന്ന് നല്ലതായിട്ട് വർക്കൗട്ട് ചെയ്യുക അല്ലേ, ഇന്ന് ഡയറ്റ് ചെയ്യുക അല്ലേ, അങ്ങനത്തെ ഒരു മൈൻഡാണ്. അപ്പോൾ ഒന്ന് വ്യത്യാസം ആലോചിച്ച് നോക്കിയേ. അപ്പം നിങ്ങൾ ഉറക്കമില്ലാത്ത ഒരാളാണെങ്കിൽ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് അതാണ്. ഏറ്റവും അവസാനം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഇത് ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എക്സസൈസിനേക്കാൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ബോഡി എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ, മൊത്തത്തിൽ അവിയൽ വരുവാവും ഉറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ. അപ്പം ഉറക്കത്തെ ഫിക്സ് ചെയ്യുക. അപ്പം ഞാൻ ചെറിയൊരു ടിപ്പ് മുൻപുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് രാത്രി നേരത്തെ കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ നേരത്തെ എണീക്കുക. ആദ്യത്തെ ഒരാഴ്ച എന്തായാലും പോകും, അതായത് നേരത്തെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ പയ്യെ പയ്യെ നിങ്ങൾക്ക് ഈ നേരത്തെ എഴുന്നേറ്റ് രാത്രി ആകുമ്പം എക്സ്ട്രീം ടയേർഡ്നെസ് തോന്നിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളും ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരാളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഉറക്കത്തിൻ്റെ കാര്യത്തിൽ. ഫുൾ ടൈം ഫോണും നോക്കി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഉറക്കം കിട്ടത്തില്ല. അപ്പോൾ ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട്, ഈ പറയുന്ന TV ആയാലും മൊബൈൽസ് ആയാലും ഒക്കെ മാറ്റി വെച്ചിട്ട് ഉറങ്ങാനുള്ള സമയത്തിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ റൂം ടെമ്പറേച്ചറൊക്കെ ഒന്ന് ഒരുപാട് ചൂടുമല്ല ഒരുപാട് തണുപ്പല്ല എന്നുള്ള രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഫോൺസും TV ഒക്കെ ഓഫ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം മാത്രം ബെഡ്റൂമിൽ കയറുക. സ്ട്രെസ് അടിക്കുന്ന ഒരു കാര്യവും കൂടുതലായിട്ട് ചിന്തിക്കാതിരിക്കുക. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഉറക്കം ഫിക്സ് ചെയ്യണം കേട്ടോ. അത്രയേ ഉള്ളൂടാ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു കാര്യം മാത്രം ചിന്തിക്കുക, ഈ സമയവും കടന്നു പോകും. ഒരു രീതിയിലും നിങ്ങൾ സ്ട്രെസ് അടിക്കരുത്. എനിക്കറിയാം എല്ലാവർക്കും പറയാനത് എളുപ്പമാണ്, പക്ഷേ ഓരോരുത്തരുടെ ജീവിതത്തിൽ നടക്കുന്നത് അവരവർക്ക് മാത്രമേ അറിയുള്ളൂ. എന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, ഈ സമയവും കടന്നു പോകും. കുറേ നാളുകൾക്ക് ശേഷം ഈ ഒരു അവസ്ഥയെ നമ്മൾ ചെറിയൊരു പുഞ്ചിരിയോടെ മാത്രമേ കാണുള്ളൂ. അപ്പോൾ അതുവരെയുള്ള സമയം നമ്മൾ സ്റ്റേബിളായിട്ട് പോസിറ്റീവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫാണ്, സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രശ്നവും ഇല്ല. അപ്പം പറ്റുന്നത്രയും പോസിറ്റീവായിട്ട് ഇരിക്കുക കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.